നമസ്കാരം, പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അടുത്ത 5 വർഷം ഇനി ആര് ഭരിക്കും? മോഡിക്ക് ശേഷം ഇനി രാഹുലോ അതോ മോഡി തന്നെ തിരിച്ചു വരുമോ? അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന് ഇനി പെരിന്തൽമണ്ണക്കാർ തന്നെ പറയും. പ്രധാനമന്ത്രി ആരായിരിക്കും? രാഹുൽ ഗാന്ധി എന്ന് പറയാൻ കാരണം രാഹുൽ ഗാന്ധി. അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്നാണ് ഇക്കടെ അഭിപ്രായം. രാഹുൽ ഗാന്ധിക്കാണ് സാധ്യത വരുന്നത്. കഴിഞ്ഞ BJP സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വിലയിരുത്താൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്കാണ് ചാൻസ് കൊടുക്കുന്നത്. അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്ന് പറയും. ഗുലാം നബി ആസാദ് പറയാൻ കാരണം ചാൻസ് അങ്ങോട്ടാണ്. ഗാന്ധി കുടുംബത്തിൽ ആകെ ഒരു ആന്തര്യമുള്ളത്. അപ്പോൾ ചാൻസ് രാഹുൽ ഗാന്ധി കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്നാണ്? അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എന്താ വെച്ചാൽ ഈ വർഗീയതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളോ കോട്ടങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്നാണ്? രാഹുൽ ഗാന്ധി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ഭരണം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം അറിയാം? അല്ല, നമുക്ക് നാട്ടും കോട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് സാധാരണമായിരുന്നു കൂലിപ്പണി എടുത്തുകൾ അങ്ങനെ പോകുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സാധാരണക്കാരനെ സംഭവിച്ച് കഴിഞ്ഞ ഭരണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്നാണ് ഇക്കടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി ആവണമെന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണം അയാളാണ് നല്ല ആളെന്നുള്ളതാണ്. മോഡിയിലേറെ നല്ല കച്ചവടങ്ങളൊക്കെ മറ്റേ മോശമാണ്. പിന്നെ എല്ലാം സ്തംഭിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ കാര്യം ഒന്ന് മെച്ചപ്പെടുന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. രാഹുൽ വരട്ടെ, അതാണ് ആവശ്യം. അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്നാണ് ഇക്കടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി എന്ന് പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം മോദിൻ്റെ ഭരണം കൊണ്ട് വളരെ മോശമാണ്. വളരെ മോശമാണ്. അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നൊക്കെ അഭിപ്രായം. രാഹുൽജി. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണം അത്രയ്ക്ക് വളരെ മോശമാണ്. അടുത്ത പ്രധാനമന്ത്രി ആരാകണം എന്നാണ് ഇക്കടെ അഭിപ്രായം. പ്രധാനമന്ത്രി ആരായിക്കോന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ പോയ കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ സർക്കാർ വളരെ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അതിൻ്റെ ഉദാഹരണം തന്നെ സാധാരണ കച്ചവടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകാൻ 2 കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന് GST കൊണ്ടുവന്ന് വൻ പരാജയമായി മാറി. അതേപോലെ നോട്ട് നിരോധനം വൻ പരാജയമായി മാറി. ഇതുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കച്ചവട മേഖലയൊക്കെ വളരെ സാമ്പത്തികമായി വളരെ മാന്ദ്യമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരൊക്കെ കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. ഇനി വരുന്ന സർക്കാർ നല്ല സർക്കാരാവണം, നല്ലൊരു മതേതരത്വ സർക്കാരാവണം എന്നാണ് എൻ്റെ ആഗ്രഹം.